ഹായ് ഗൈസ്, ഞാനിന്ന് പരമസുന്ദരി എന്ന ഹിന്ദി മൂവി കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബോളിവുഡ് ആയാലും ആരായാലും ഏത് ജോണറിലുള്ള അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലുള്ള ഏത് സ്റ്റേറ്റിലുള്ള ഒരു മൂവി ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ പോയി അവിടുത്തെ പെൺകുട്ടികളായാലും അവിടുത്തെ ആൾക്കാരായാലും എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്, അവരേത് രീതിയിലാണ് സാരി ഉടുക്കുന്നത്. ഇതിനകത്ത് ജാൻവി കപൂർ സാരിയൊക്കെ ഉടുക്കുന്നത് കണ്ട ഒരിക്കലും ഒരു മലയാളി കുട്ടി ഉടുക്കുന്ന രീതിയിലല്ല ഉടുത്തേക്കുന്നത്. മലയാളി പെമ്പിളരെ എങ്ങനെയാണ് ഉടുക്കുന്നത് എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ, അതൊന്നുമില്ല. പിന്നെ കുറെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ എപ്പോഴും വെച്ചിരുന്ന എല്ലാ മലയാളീസും മുല്ലപ്പൂവും വെച്ചോണ്ട് നടക്കുന്ന ആൾക്കാരല്ല സർവ്വത്ര നേരവും. അതൊന്ന്. പിന്നെ സാരിയും ബ്ലൗസൊക്കെ തയ്ച്ചേക്കുന്ന ഒക്കെ എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് മൂവി. എന്നിട്ട് മലയാളി പെങ്കൊച്ചാണ് ഹീറോയിൻ ആക്കി വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ചെയ്യേണ്ടത് ഒന്നുകിൽ ജാൻവി കപൂറിന് വേറെ ആരെങ്കിലും ഡബ് ചെയ്യിപ്പിക്കണമായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മലയാളി ഹീറോയിനെ വെക്കണമായിരുന്നു. ഏറ്റവും വിഷമം തോന്നിയത് ഇത്രയും നല്ലൊരു ആക്ട്രസ്സായ പ്രിയ വാര്യര വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ കുട്ടി എന്തിനാ അത് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഈ ഹീറോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു സീനിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിരിച്ചിരിച്ചിങ്ങനെ പോകുന്നുണ്ട്. അത് എന്തിനാ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അങ്ങനെ ഒരു സീന് പ്രിയയ്ക്ക് എന്തിനാ കൊടുത്തത്? പ്രിയയെ വെച്ച് ജാൻവി കപൂറിന് പകരം പ്രിയ വാര്യനെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ പടം ഹിറ്റായേനെ കേട്ടോ. സത്യം, ടു ബി ഓണസ്റ്റ് പറയാണ്. എന്തിനാണ് ഈ മൂവി ചെയ്തതെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ നല്ലൊരു കണ്ടന്റ് കൊണ്ടുവന്നിട്ട് അതിനെ കുളമാക്കി കളഞ്ഞു. നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, നല്ലൊരു ഹീറോയിനെ വെച്ചിരുന്നെങ്കിൽ, മലയാളം അറിയുന്ന അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ഒരു ഹീറോയിനെ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മൂവി വിജയിക്കാമായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. എന്തായാലും പ്രൈമിലാണെന്ന് തോന്നുന്നു. യെസ്, പ്രൈമിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ കാണാം. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേട്ടോ. അത്ര നല്ല മൂവിയൊന്നുമല്ല, എന്നാലും പറയാം. ബൈ.